ഒരുത്തൻ്റെ ബുദ്ധി ഏറ്റവും പ്രധാനമായിരിക്കും, ബാക്കിയുള്ളത് ആ ബുദ്ധിയിലേക്ക് യോജിപ്പിക്കുകയും ചെയ്യണം. കാലാന്തരത്തിൽ ബുദ്ധിക്ക് മേൽ ആധിപത്യം ശക്തി ഏറ്റെടുത്തപ്പോൾ ബ്രാഹ്മണ്യം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും ക്ഷാത്രം അധികാരത്തിൽ പദമൂന്നുകയും ചെയ്തു. ഇവിടെ എല്ലാം നാം മനസ്സിലാക്കേണ്ടത് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമൂഹ ജീവിയല്ല. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് മുഴുവൻ കാരണം അതാണ്. പക്ഷെ അവിടെ ഒരു വൈകല്യമുണ്ട്. നമ്മൾ കേരളത്തിൽ കേരളീയരായ ബ്രാഹ്മണരില്ല. ഇത് വളരെ ഞാനതിൻ്റെ ഒരു ചെറിയ ഭാഗം പറയാം. കേരളത്തിൽ കേരളീയരായ ബ്രാഹ്മണരില്ല. കേരളീയ ബ്രാഹ്മണർ എന്ന് പറയുന്ന നമ്പൂതിരിമാർ പോലും പരദേശത്തുനിന്ന് വന്നതാണ്. ചിറക്കൽ മഹാരാജാവ് തുളു ദേശത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന കുടുംബങ്ങളുടെ പിൻപറ്റിയുള്ള തലമുറകളാണ് കേരളത്തിലെ നമ്പൂതിരിമാർ എന്ന് 100% അംഗീകരിക്കപ്പെട്ടതാണ്. എല്ലാ ചരിത്രകാരന്മാർ ഇതിലാരെങ്കിലും ഒരാൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. ബ്രാഹ്മണരും ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നവരാണ്. ഞങ്ങൾ ഈ നാട്ടുകാരല്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നവരാണ്. വിഷ്ണുനാരായണൻ്റെയൊക്കെ പിതൃയാനം മുതലായ കവിതകൾ എടുത്തു നോക്കിയാലും ഈ സത്യം കണ്ടെത്താൻ കഴിയും. പെരിഞ്ചല്ലൂർ എന്ന ഗ്രാമത്തിലാണ് ഇവരാദ്യം വരുന്നത്. നമുക്ക് അല്പം അത് പോയേച്ച് തിരിച്ചു വരാം. അപ്പോൾ പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൽ ഇവർ വരുമ്പോൾ ഇവരെ കൂട്ടിക്കൊണ്ടിരുന്നത് സ്വസ്വരയായി വേദം ചൊല്ലുന്നതിനും മറ്റുമാണ്. അതുവരെ കേരളത്തിൽ നിലനിന്നിരുന്ന വേദപാഠങ്ങളോ മറ്റു കാര്യങ്ങളോ ഉദാത്ത അനുദാത്ത സ്വരിത ഭാവങ്ങളോടുകൂടിയതും അനുനാസിക അനനുനാസികങ്ങളോടുകൂടിയതും ഹ്രസ്വദീർഘപ്ലുതങ്ങളോടുകൂടിയതും ആയിരുന്നില്ല. അപ്പോൾ ഇത് കണ്ട് അത്ഭുതപരതന്ത്രനായ ചിറക്കൽ മഹാരാജാവ് ബ്രാഹ്മണരെ അവിടുന്ന് ഇവിടെ കൊണ്ടുവരികയും ചിറക്കൽ മഹാരാജാവിനെ തുടർന്ന് മറ്റു രാജ്യങ്ങൾ ബ്രാഹ്മണർക്ക് വേണ്ടി അപേക്ഷിക്കുകയും വിട്ടുകൊടുക്കുകയും ചെയ്യുകയാണ്. സ്വാഭാവികമായി വിദേശത്തു നിന്ന് ബഹുമാനാദരങ്ങളോടുകൂടി കൂട്ടിക്കൊണ്ടുവന്ന അറിവിനെ ആശ്ലേഷിക്കുന്നു എന്ന് തോന്നുന്ന കേരളീയ ഗ്രാമങ്ങളിൽ ഈ അറിവെത്തിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു രാജാവ് അവിടെ നിന്ന് ബഹുമാനാദരങ്ങളോടെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അവർക്ക് കുറേ ഡിമാൻഡ് ഉണ്ടാവുക സ്വാഭാവികമാണ്. അറിവുള്ളവരായതുകൊണ്ട് അവരുടെ ഡിമാൻഡ് മറ്റൊന്നും ആയിരുന്നില്ല. ഞങ്ങളുടെ സ്ത്രീകളെയെല്ലാം ഞങ്ങൾക്ക് കൂടെ കൊണ്ടുവരാൻ പറ്റില്ലെന്നായിരുന്നു. ഞങ്ങൾക്ക് ഈ സ്ത്രീകളെ മുഴുവൻ കൂട്ടിക്കൊണ്ടുവരിക പറ്റില്ല. അപ്പം ഞങ്ങളുടെ കുടുംബ തലവും ഞങ്ങളുടെ സംസ്കാരവും നിലനിൽക്കണമെങ്കിൽ ഞങ്ങളുടെ ഗോത്ര സംസ്കാരങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങൾ വിവാഹം കഴിക്കണം. അപ്പോൾ ഭരദ്വാജം, അതുപോലെ തന്നെ വിശ്വാമിത്രം, അതേപോലെ തന്നെ കാശ്യപം, ഇങ്ങനെ അനേക ഗോത്രങ്ങളുണ്ട്. വസിഷ്ഠം, അത്രി, ഇങ്ങനെ ഗോത്രങ്ങളുണ്ട്. വൈദിക ജീവിതത്തിന് ഗോത്ര സംസ്കാരവും സൂത്ര സംസ്കാരവുമുണ്ട്. അശ്വലായന ഗൃഹ്യസൂത്രം മുതലായ ഗൃഹ്യസൂത്രങ്ങളുണ്ട്. അവയെ പിൻപറ്റിയാണ് അച്ചടക്കത്തോടുകൂടി അവർ ജീവിക്കുന്നതായി അവിടെ കണ്ടത് സ്വന്തം നാട്ടിൽ. അങ്ങനെ ജീവിക്കുന്ന ഒരു ജനത ആ നാട് വിടുമ്പോൾ തന്നെ സംസ്കൃതിക്ക് ചെറിയ മാറ്റം വരും. അവരുടെ സംസ്കാരത്തിനകത്തൊരു കുടിയേറ്റ സംസ്കൃതി കൈക്കൊള്ളും. ഏതു കുടിയേറ്റ സംസ്കൃതിക്കും ഒരപചയമുണ്ട്. സ്വന്തം മണ്ണിനോടും സ്വന്തം പ്രകൃതിയോടും നിരന്തരമായി ഇടപെട്ട് ജീവിച്ച് ഭാവതലം വന്നിരിക്കുന്ന ഒരുവൻ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ അവൻ്റെ പ്രവർത്തനം അവൻ്റെതല്ലാത്ത പ്രവർത്തനമാണ്, ഒരു അന്യവൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പോൾ അതിൻ്റെ നാശത്തിലൊന്നും അവന് ദുഃഖം ഉണ്ടാവില്ല. നഗരങ്ങൾ നാശോന്മുഖങ്ങളാകുന്നവയും സംസ്കാര നാശോന്മുഖമാകുന്നതും നഗരങ്ങളിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നതും നഗരങ്ങളിലെ ജീവിതവും വാക്കും പ്രവൃത്തിയും മോശമായിത്തീരുന്നതും നഗരത്തിലെപ്പോഴും വന്നു പോകുന്ന ജനതയുടെ സംസ്കൃതിയാവുള്ളത്. ആ നഗരത്തിലൊരിക്കലും നഗരവൽക്കരണം വരുമ്പോൾ നഗരത്തിലൊരിക്കലും തനത് ദേശവാസികളില്ല. ഇതിനെയാണ് പുരോഗതിയുടെ താക്കോലെന്ന് ആധുനികർ കാണുന്നത്. ഈ നഗരവൽക്കരണമാണ് ദേശാന്തരങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നത്.